എന്താണ് അസുഖം? ബ്ലഡ് ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെന്റിലാണ് മകൻ. എങ്ങനെയാണ് അറിയുന്നത്? ഓൻ ഷർത്തിലായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അത് കോഴിക്കോട് MBR ഹോസ്പിറ്റലേ ഉള്ളൂ. അപ്പൊ ആ ഇഞ്ചക്ഷന് 40 ലക്ഷം രൂപകളാവും. എനിക്ക് ഒരു മകനേ ഉള്ളൂ. മജ്ജ മാറ്റി വെക്കാനാണ് ഡോക്ടർ പറയുന്നത്. വേറൊരു നിവൃത്തിയില്ല. എനിക്ക് എന്തും പറയണ്ടേന്നറിയാമോ? യാതൊരുപാട്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടവൂർ എന്ന സ്ഥലത്താണ്. ഒരുപക്ഷെ ഒരു മരണ വീടിന് തുല്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീട്ടിൽ സങ്കടപ്പെട്ട കരയുന്നവരുടെ അങ്ങനെയുള്ള മുഖമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊരു ജീവന് വേണ്ടിയാണ്. താങ്കൾ ഇവിടുത്തെ മുൻ കൗൺസിലറാണ് അല്ലേ? ഞാൻ മുൻ കൗൺസിലറും ഈ ഭാഗത്തെ ആശാവർക്കറും കൂടാണ്. 5 പേരടങ്ങുന്ന ഒരു മൃതദേഹ കുടുംബമാണ് ഇത്. 1.5 സെന്റ് സ്ഥലത്തിലാണ് ഇവർ കഴിയുന്നത് തന്നെ. ആകപ്പാടെയുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ വിജയകുമാറിന്റെ ജോലി കൊണ്ടാണ് ഈ വിജയകുമാർ ഈ വീട് കൊളുത്തിക്കൊണ്ട് പോയത്. അപ്പോഴാണ് ഒരു 4 മാസം മുമ്പാണ് ഈ നന്ദമോഹന് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്. ഇനി മജ്ജ മാറ്റി വെക്കൽ മാത്രമാണ് ഇതിന് ഏക വഴി. നിങ്ങളൊക്കെ പ്രദേശവാസികളാണല്ലേ? എങ്ങനെയാണ് ഈ സംഘടനകൾ കാണുന്നത്? ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ന്യൂസ് സ്റ്റോറി എന്ന ഈ ഒരു മാധ്യമം ഇവിടെ എത്തിയത് ഈ നാട്ടിലുള്ള ജനങ്ങളോട് വിളിച്ചു പറയുവാനാണ്. ഇത് നിങ്ങളുടെ നാട്ടിലാണ്, കൊല്ലം ജില്ലയിലെ കടവോ. വലിയ സങ്കടമാണ്. അമ്മയാണ് കാര്യം. നമ്മളുമൊക്കെ ഒരു വീട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട്, അമ്മയും അച്ഛനും ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ മക്കളുള്ളത് കൊണ്ട് ഹൃദയം നുഴങ്ങിപ്പോകുന്ന വേദന തന്നെയാണ്. എനിക്ക് ഒരു മകനേ ഉള്ളൂ. അവന് ബ്ലഡ് ക്യാൻസറാണ്. മജ്ജ മാറ്റി വെക്കാനാണ് ഡോക്ടർ പറയുന്നത്. വേറൊരു നിവൃത്തിയില്ല. എനിക്ക് എന്തും പറയണ്ടേന്നറിയാമോ? യാതൊരുപാട്. RCCയിലായിരുന്നു ട്രീറ്റ്മെന്റ്. പക്ഷെ ഇപ്പൊ അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുട്ടിയുള്ളതുകൊണ്ട് അവിടെ ചെയ്യത്തില്ല. അതുകൊണ്ട് അമൃതയിലോ അങ്ങനെയുള്ള കിംസുകളിലോ അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് പറയുന്നത്. ഇനി അടുത്ത ആഴ്ച എന്റെ മോനെയും കൊണ്ട് MBR ക്യാൻസർ സെന്ററിൽ പോകാനിരിക്കുകയാണ്. ഇനി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് അവിടെ ഉള്ളു. അത് ചെയ്ത് 4 ആഴ്ചയ്ക്ക് ശേഷമാണ് മജ്ജ മാറ്റി വെക്കേണ്ടത്. 14 വയസ്സ് കഴിഞ്ഞ് പ്രതീക്ഷയിലാണ് വളർത്തി. വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ എനിക്ക് BSc നേഴ്സിംഗ് പഠിപ്പിക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. മോനെ അസുഖമായിരുന്നപ്പോഴേ മാനസികമായിട്ട് തകർന്നു പോയി. ഇതേ അസുഖമായിരുന്നു എന്റെ അമ്മയ്ക്കും. നമുക്കൊരു പക്ഷേ ഈ കാഴ്ചകളൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് കട്ടിത്തരുവാൻ കഴിയില്ല. കാര്യം മുഴുവൻ സങ്കടമാണ്. ഒരു പിതാവുണ്ട്, ദേഹം പൊട്ടിക്കരയുന്നില്ല. ചില സങ്കടങ്ങൾ അങ്ങനെയാണ്. ചില മൂളലുകൾ പോലും നമുക്ക് നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദനയാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അത്രയും പൈസ. എനിക്ക് വിൽക്കാനാകെ ഈ 1 സെന്റ് സ്ഥലമേ ഉള്ളൂ. പ്രായ അച്ഛനും അമ്മയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നാട്ടുകാരുടെ മോന്റെ സ്കൂളിലെ സഹായം കൊണ്ടാണ് ഇതുവരെ പോയത്. അടിയന്തരമായിട്ട് നോക്കി ഈ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു 4 ആഴ്ചക്കുള്ളിൽ ചെയ്തേ പറ്റുള്ളൂ. ഈ നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റു എല്ലാവരും കൂടെ എത്ര വേണം? ഏകദേശം 50 ലക്ഷം രൂപ ഇനി വേണം. ഇനിയും നമുക്കൊന്ന് സ്വപ്നം കാണുന്നതിനൊപ്പമാണ്. അതെ അല്ലേ? അതെ. ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും മോനും എന്റെ അച്ഛനും അമ്മയും. നിങ്ങൾക്ക് ഈ ഒരു മോനേ ഉള്ളൂ? ഈ ഒരു മോനേ ഉള്ളൂ. അല്ലേ? അതുകൊണ്ട് തന്നെ ചികിത്സയൊക്കെ ബുദ്ധിമുട്ടാണ്. ഡോണർ ഇല്ല. ഡോണറെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്റെ മാച്ചിങ് ആണോ എന്ന് നോക്കണം. എന്റെ മാച്ചിങ് ഉണ്ടെങ്കിൽ വൈഫിന്റെ നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഡോണർ പുറത്തുനിന്ന് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഡോണർക്ക് 10 ലക്ഷം രൂപ, അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നാണെങ്കിൽ 15 ലക്ഷം രൂപ ആവും. ഇപ്പൊ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ഹോസ്പിറ്റലാണ്? ഇപ്പം കോഴിക്കോട് MBR ഹോസ്പിറ്റലാണ്. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, 40 ലക്ഷം രൂപയാണ് അതിന് വില. അതെടുത്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് നിങ്ങളോട്? നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അവരാലാവുന്നത് എല്ലാ രീതിയിലും നാട്ടുകാര്, ഒരേ കൗൺസിലറും നാട്ടുകാര് എല്ലാരും, മോന്റെ സ്കൂളുകാര് എല്ലാരും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്റെ മോനില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ പ്രേക്ഷകരോട് വലിയ വിശ്വാസമാണ്. നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കും ഇതിലും വലിയ വിഷയങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വിജയിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുമിക്കണം. ഈ വിജയകുമാർ എന്ന അച്ഛനെ വിളിക്കണം. നിങ്ങൾ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കണം. ദൈവത്തിന്റെ സങ്കടം അത്ര വലുതാണ്. ദൈവത്തിന്റെ ഒരേ ഒരു മകനേ ഉള്ളൂ, പൊന്നുമോൻ. ആ മകന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്
ഈ പിടാപ്പാടുകളെല്ലാം, പിന്നെ ഞാൻ വന്ന നിമിഷം മുതൽ സങ്കടങ്ങളൊക്കെ ഇല്ലേ ഉള്ളിൽ ഒഴുക്കി. ഇല്ലേ അമ്മ? അച്ഛമ്മ ഇല്ലേ? നിവൃത്തിയില്ല, നിവൃത്തിയില്ല. ഇല്ല, എന്റെ മോനെക്കാട്ടി കൂടുതൽ സ്നേഹം എനിക്ക് അവനോടായിരുന്നു, അവനും എന്നോടായിരുന്നു. ഇങ്ങനെ അറിഞ്ഞപ്പോഴേക്കും ഞാൻ തകർന്നു പോയി. നമ്മുടെ പ്രേക്ഷകർ വിചാരിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല. അമ്മ പറ, എന്ത് വേണം അമ്മയ്ക്ക്? ഈ എന്റെ മോനെ രക്ഷിച്ചു കിട്ടുക, ഞാൻ ചാവുന്നതിന് മുമ്പ്. 50 ലക്ഷം രൂപയാണ് അവന് വേണ്ടത്. അതൊന്നും പറയുന്നു അറിയത്തില്ല അല്ലേ? 50 ലക്ഷം രൂപ കണ്ടുണ്ടോ അമ്മ ഇതിനു മുമ്പ്? എന്റെ കൊച്ചുപോലെ അസുഖം മാറി കൊടുക്കണം. അതിന് നാട്ടുകാരെല്ലാവരും സഹായിക്കണം. അല്ലാതെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടൊരു മാറിപ്പോവില്ല. എല്ലാരും എന്റെ കൊച്ചുമോനെ കൊണ്ട് എന്റെ കൊച്ചുമോനെ സഹായിക്കണം. എനിക്ക് എല്ലാരോടും പ്രാർത്ഥിക്കാൻ ഇതേ ഉള്ളു. ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അവന്റെ ഈ അസുഖം വന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി സ്വാഭാവികമായിട്ടും. എന്നുവെച്ചാൽ അവരങ്ങനെ ജീവിച്ചതാണ്. കുഞ്ഞായാലും അവർ 5 പേരുടെ സന്തോഷമായിട്ട് ജീവിച്ചൊരു കുടുംബമാണ്. അവരവരുടെ ആരാധന കൊണ്ടും അമ്മയുടെ തയ്യലും അച്ഛന്റെ ജോലിയും അച്ഛന്റെ കൂലിപ്പണിയും കൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചെടുത്ത് പെട്ടെന്ന് നമുക്കുണ്ടായ ഒരു ഷോക്കായി പോയിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് കരകയറണമെങ്കിൽ നമ്മളെ സുമനസ്സുകൾ സഹായിച്ചേ പറ്റും. ഇതുപോലുള്ള സങ്കടങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് മരണ വീട്ടിലാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അങ്ങനെയാണ് സാഹചര്യം. തന്റെ മകന്റെ ജീവൻ രക്ഷിക്കുവാൻ അച്ഛനും അമ്മയും അടക്കം നിരവധി പേർ, നാട്ടുകാരടക്കം നിരവധി പേർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നു. 50 ലക്ഷം രൂപ വേണം ചികിത്സയ്ക്ക് വേണ്ടി, നിങ്ങൾ സഹായിക്കണം, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇത് കൊല്ലം ജില്ലയിലെ കടവൂർ എന്ന സ്ഥലത്താണ്. പിന്നീട് ഈ നാട്ടിലുള്ള നന്മയുള്ള മനുഷ്യരോട്, യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിൽ ഒരു ക്ഷേത്രോത്സവം വന്നാൽ, ഒരു പള്ളിപ്പെരുന്നാൾ വന്നാൽ, മറ്റു പരിപാടികൾ വന്നാൽ, നമ്മൾ ആ ആഘോഷങ്ങൾക്ക് വേണ്ടി ഓരോ വീടുകളും കയറിയിറങ്ങി വിവരങ്ങൾ പറഞ്ഞ് സംഭാവനകൾ സ്വരൂപിക്കുന്നത് പോലെ ഈ ചികിത്സക്കുള്ള പണം കണ്ടെത്തണം, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് തന്നെയാണ്. എന്തായാലും ശരി, ഞങ്ങൾ ഈ ഒരു വിവരം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു. ഒപ്പം വിജയകുമാർ എന്ന ഈ അച്ഛന്റെ നമ്പറും കൂടി കൊടുക്കും. സഹായിക്കുവാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കുക, അല്ലാതെ ആശ്വാസവാക്കുകൾ കൊണ്ട് ഇവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുന്നവർ അങ്ങനെയെങ്കിലും ശ്രമിക്കുക എന്ന് മാത്രം. ക്യാമറമാൻ വിജേഷ് വടക്കനൊപ്പം രജിത് കാര്യത്തിൽ, ന്യൂസ് സ്റ്റോറി. അവന് എന്താണ് അസുഖം? ബ്ലഡ് ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെന്റിലാണ് മകൻ. എങ്ങനെയാണ് അറിയുന്നത് ചേച്ചി? അവൻ ഛർദിലായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അത് കോഴിക്കോട് MBR ഹോസ്പിറ്റലേ ഉള്ളൂ. അപ്പൊ ആ ഇഞ്ചക്ഷന് 40 ലക്ഷം രൂപ ആവും. ഞങ്ങൾക്ക് ഈ ഒരു മകനേ ഉള്ളൂ. മജ്ജ മാറ്റി വെക്കാനാണ് ഡോക്ടർ പറയുന്നത്. വേറൊരു നിവൃത്തിയില്ല. എനിക്ക് എന്ത് പറയണ്ടെന്ന് അറിയുന്നത് ആകെപ്പാട്.